എല്ലാവർക്കും ലോയൽ ബില്യണർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് നോക്കാം. ഇന്ന് എന്തൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. ക്രൂഡ് ഓയിൽ വില താഴ്ന്നതും വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ടതും സെൻസെക്സ് 1046.30 ഉയർന്നതിലേക്ക് നയിച്ചു. 1.29% ഉയർന്ന് 82,408.17 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 50 319.15 പോയിന്റ് ഉയർന്ന് 25,112.40 ക്ലോസ് ചെയ്തു. BSEയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ വിപണി മൂല്യം 443 ലക്ഷം കോടി രൂപയിൽ നിന്ന് 448 ലക്ഷം കോടി രൂപയായി ഉയർന്നു. നിക്ഷേപകരുടെ സമ്പത്തിൽ ഇന്നൊറ്റ ദിവസം കൊണ്ട് 5 ലക്ഷം കോടി രൂപയാണ് വർദ്ധിച്ചത്. ഇന്ന് വിപണി വലിയ കുതിപ്പ് നടത്താനുണ്ടായ കാരണങ്ങൾ പലതാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശരിയായ ട്രാക്കിലാണെന്ന നിഗമനങ്ങളും ജൂൺ പാദത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കമ്പനികളിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയും നിക്ഷേപകരെ ആകർഷിച്ചു. ക്രൂഡ് ഓയിൽ വില ഇറാൻ-ഇസ്രയേൽ സംഘർഷം ആരംഭിച്ച ശേഷം ഉയരുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വില താഴുന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത്. ഇതും വിപണിയെ സ്വാധീനിച്ചു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലെ ഇടപെടൽ മാർക്കറ്റിന്റെ ഇന്നത്തെ കുതിപ്പിന് ഇടയാക്കി. ഇന്നലെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വാങ്ങിക്കൂട്ടിയത് 934.62 കോടി രൂപയുടെ ഓഹരികളാണ്. ഇന്ന് സൂചികകളെല്ലാം മികച്ച പ്രകടനമാണ് നടത്തിയത്. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ യഥാക്രമം 1.46%, 1.01% വീതം ഉയർന്നു. ഓട്ടോ, ഫിനാൻഷ്യൽ സർവീസസ്, മെറ്റൽ, പൊതുമേഖലാ ബാങ്ക് സെക്ടറുകളും മികച്ചു നിന്നു. ഇനി ടോപ്പ് ഗെയിനേഴ്സും ലോസേഴ്സും നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചടി നേരിട്ട വാരി എനർജീസ് ഇന്ന് 12.61% ഉയർന്നത്. ലണ്ടൻ ആസ്ഥാനമായ ഫിനാൻഷ്യൽ ടൈംസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗ്രൂപ്പ് വാരി എനർജീസ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളിൽ നിക്ഷേപം നടത്തുമെന്ന വാർത്തയാണ് ഉയർച്ചയ്ക്ക് കാരണമായത്. പ്രീമിയർ എനർജീസ് ഓഹരികളും ഇന്ന് നേട്ടം കൊയ്തു. 6.20% ഓഹരികൾ ഉയർന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് 5.53% നേട്ടം കൊയ്തു. ഇന്ന് ടോപ്പ് ലോസേഴ്സിൽ മുന്നിലുണ്ടായിരുന്നത് സൈമൻസ് ഓഹരികളാണ്. 2.32% താഴ്ന്നത്. ശ്രീ സിമന്റ്, മാൻകൈൻസ് ഫാർമ, അപ്പോളോ ടയേഴ്സ് ഓഹരികളും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇനി കേരള ഓഹരികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക കേരള ഓഹരികളും ഇന്ന് മികച്ച പ്രകടനം നടത്തി. ഇതിൽ മുന്നിട്ട് നിന്നത് സ്കൂബിയുടെ ഗാർമെന്റ്സ് ആണ്. കിറ്റെക്സ് ഗാർമെന്റ്സ് 1.76% നേട്ടം കൊയ്തു. മണപ്പുറം ഫിനാൻസ് 3.29% ഉയർന്നപ്പോൾ മുത്തൂറ്റ് ഫിനാൻസിന് പക്ഷേ ഇന്ന് നഷ്ടമായിരുന്നു. 1.22% താഴ്ന്നു. ഇതുപോലുള്ള പോസ്റ്റ് മാർക്കറ്റ് വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്